വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, ഇതിപ്പോൾ നിവിൻ പോളി നിരപരാധിയാണ് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്. ഒരേ സമയത്ത് സിനിമയിലേക്ക് എത്തിയതാണ്. മലർവാടി പോലെയുള്ള സിനിമകളിൽ സൗഹൃദത്തിന്റെ കഥയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനത്തിലല്ല, മറിച്ച് തൻ്റെ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു, സിനിമാ സെറ്റിലായിരുന്നു ഈ പരാതി ഉന്നയിക്കപ്പെടുന്ന സമയങ്ങളിൽ എന്നതാണ് ഇപ്പോൾ വിനീതിന്റെ നിരീക്ഷണം. ശരിയാണ് അഭിലാഷ്. കാരണം ഇതുവരെയുള്ള, അതായത് നിവിൻ പോളി ആദ്യം മുതൽ വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ മുതൽ ഇത് പറയുന്നത് ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. 14-ാം തീയതി, അതായത് 2023 ഡിസംബർ 14, 15 ഈ പീഡന ആരോപണം, അതായത് പീഡനം നടന്നു എന്ന് യുവതി ആരോപിക്കുന്ന ദിവസങ്ങളാണെന്ന് FIR രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നിവിൻ പോളിയുടെ അഡ്വക്കേറ്റ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിവിൻ പോളി ഈ ദിവസങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിനീതിന്റെ ഒപ്പം ക്രൗൺ പ്ലാസയിലും അതുപോലെ കൊച്ചിയിലെ ന്യൂക്ലിയസ് മാളിലും 2 ദിവസങ്ങളായി ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ 2 ദിവസങ്ങളിൽ 14-ാം തീയതി ദിവസം മുഴുവനും 15-ാം തീയതിയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ ഈ ഷൂട്ടിന്റെ തിരക്കിൽ തന്നെ ആയിരുന്നു. ആദ്യം ന്യൂക്ലിയസ് മാളിലും പിന്നീട് ക്രൗൺ പ്ലാസയിലുമാണ് ഷൂട്ട് നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ന്യൂക്ലിയസ് മാളിലെയും ക്രൗൺ പ്ലാസയിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനാകുമെന്നും വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കുന്നുണ്ട്. നിവിനെതിരായ പരാതി വ്യാജമാണ്. ഈ പറഞ്ഞതുപോലെ അന്നത്തെ ചിത്രങ്ങളൊക്കെ തെളിവായിട്ടുണ്ട്. മിക്കവാറും നമുക്കറിയാം, നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിനോടൊപ്പം അത് റീനെയിം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഫയൽ സേവ് ചെയ്യുന്നത് ആ ഡേറ്റ്, അതുപോലെ മന്ത്, ഡേറ്റ്, ഇയർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ തന്നെയാണ്. അത് മിക്കവാറും എല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ അത് ഐഫോണിൽ നിന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞതെങ്കിലും ഐഫോണിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ ഫോണുകളുടെയും ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിന്റെ റീനെയിം ചെയ്യുന്നതിന് മുൻപുള്ള വേർഷൻ കണ്ടുപിടിക്കാനായിട്ട് നല്ലൊരു IT വിദഗ്ധന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ തെളിവായിട്ടുണ്ട് എന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. നിവിൻ വർഷങ്ങൾക്ക് മുൻപ് എന്തായാലും നിവിൻ പോളി നിരപരാധിയാണ് എന്ന വാദവുമായാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ എത്തിയിട്ടുള്ളത്. ഈ പരാതിക്കാരി ആക്ഷേപം ഉന്നയിക്കുന്ന ദിവസങ്ങളിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നു, തന്റെ സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നു നിവിൻ പോളി എന്നാണ് വിനീത് ശ്രീനിവാസന്റെ പ്രതികരണം.